സാറേ, ഈ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. ഇനി എന്ത് സാധ്യതയുണ്ട്? ഇത്രത്തോളം ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ CBI ഒരു പുനരന്വേഷണത്തിന് തയ്യാറാകുമോ? ആണല്ലോ. പുതിയ അന്വേഷണത്തെ വെളിച്ചത്തില് ഈ കേസിലെ ആള് സ്വർണം കടത്ത് കേസിനകത്ത്, ആ സ്വർണം കടത്ത് കേസിനകത്ത് കുറച്ച് വിവരങ്ങള് സോഫി ജോർജ് പറയുന്നുണ്ട്. ഞാനതിപ്പം പറയുന്നില്ല, എനിക്ക് അത് ശരിയാണോ തെറ്റാന്ന് അറിയത്തില്ല. പക്ഷെ സോഫി ജോർജ് പുതിയ പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നത് വേറൊരു വശം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം CBI ഒരിക്കൽ അന്വേഷിച്ചതാണ്. വീണ്ടും പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം മൂർച്ചയുള്ള ആരോപണങ്ങളുമായി വീണ്ടും വീണ്ടും സോഫി രംഗത്ത് വരുന്നു. ഇത് കേസിന് ഇങ്ങനെ ആൾക്കാർക്കിടയിൽ ഒരു സംശയ നിഴൽ സൃഷ്ടിക്കുക എന്നതിനപ്പുറം അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തിനാണ് ഈ അയാളെ അവിശ്വസിക്കുന്നത്? അയാൾ കുറ്റക്കാരനാക്കിയിട്ടാണല്ലോ ലോക്കലും. അത് അതിനോടൊക്കെ പോകുന്നത് എന്താണ്? ഒരു ക്രിമിനലായ ഒരാൾ ഒരു സത്യം പറഞ്ഞാൽ സത്യമായിട്ട് അംഗീകരിക്കണ്ടേ നമ്മൾ? അത് അയാൾ ക്രിമിനൽ ആയിക്കോട്ടെ. അയാൾ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് നേരത്തെ എവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ട 3-4 കാറ് അയാള് പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി പോരാൻ നേരത്ത് റോഡിൽ കശപിശ ഉണ്ടാക്കി 3-4 കാറ്, ആ 3 കാറും അവിടെ കണ്ടെന്നാണ് അയാൾ പറയുന്നത്. ആ കാറ് പിന്നീട് കൊടകരയില് ചേസ് ചെയ്ത് സ്വർണം തട്ടുന്ന ഗ്യാങ് താമസിച്ച വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ആ കണ്ടെടുത്ത് പാലക്കാട് സൗത്തും നോർത്തിലെ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ പിടിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലും ചെലവും കൊടുത്ത് ഒരു 2 നില വീട് എടുത്തിട്ട് 10-20 വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്ത് അവിടെ ഇട്ട് സ്വർണം പൊട്ടിക്കാൻ നടന്ന ഗ്യാങ്ങിലുള്ള അതിനകത്ത് ഉൾപ്പെട്ട കാറാണ് ഇയാൾ കണ്ടതെന്ന് അത് അവിടെ കിടപ്പുണ്ട്. നോക്കണ്ടേ പോലീസ്? എന്താ നോക്കാത്ത? പക്ഷേ സാറേ, ഈ പറയുന്ന പോലെ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച്, ഒടുവിൽ CBI, ഇവർക്കൊന്നും ഒരു ക്ലൂ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ശക്തി ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചോ? വേണ്ട, അന്ന് വേണ്ടല്ലോ. ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ കാറിൽ ഇരുന്ന സ്വർണ്ണക്കടത്തിനകത്ത് വന്നു. ഇപ്പോഴും ഒരു സ്വർണ്ണക്കടത്തിൽ പെട്ടു എന്നതിനപ്പുറം ബാലഭാസ്കറിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് പുതിയൊന്നും വന്നിട്ടില്ലല്ലോ. അതിലെ ഡ്രൈവർ അല്ലേ പുതിയതല്ലേ വന്നത്? ഇതുവരെ അറിയാത്ത CBIക്ക് പോലും അറിയാത്ത ഒരു കാര്യമില്ല. അന്നത്തെ ഡ്രൈവർ സ്വർണ്ണക്കടത്ത് ഇപ്പോഴും പിടിവിട്ടിരിക്കുന്നു. അപ്പം ബേസിക് ആയിട്ട് അയാൾക്ക് പ്രീവിയസ് ആയിട്ട് ഒരു 2-3 കേസുകളുള്ളതാണ് മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള. എന്തുകൊണ്ട് അയാളെ ചോദ്യം ചെയ്ത് ബ്രേക്ക് ചെയ്തില്ല? അത് കസ്റ്റോഡിയൽ ഇന്റർവേഷൻ നടത്തിയല്ലേ പറ്റുള്ളൂ. അയാളെ ചോദ്യം ചെയ്തില്ല. അവിടെ നമ്മൾ അവരുമായിട്ട് ഡിഫർ ചെയ്യുന്ന കാര്യം അതാണ്. അത് അങ്ങനെയല്ല അന്വേഷിക്കുന്നത്. ഈ പറഞ്ഞ വിവരത്തെ പറ്റി അയാളെ കൊണ്ടുപോയി അവിടെ നുണപരിശോധനയ്ക്കൊക്കെ കൊണ്ടുപോവുക, അതാണോ ചെയ്യേണ്ടത്? ഞാൻ അതിനോട് എതിരാണ്. നുണപരിശോധന എന്ന് പറയുന്നത് സോഡിയം പെന്റാത്തോൾ എന്ന് പറഞ്ഞ സാധനം കുത്തിവെച്ച് അത് ലോകത്ത് ഒരിടത്തും അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരാളുടെ ആ റിസൾട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. എന്തിനാ അതൊക്കെ CBI ഇപ്പോഴും പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ചെയ്തെന്ന് കാണിക്കാനാണോ? അങ്ങനെയുള്ളതൊക്കെ CBI നിർത്തണം. അത് കോടതി സ്വീകരിക്കാത്ത ഒരു സാധനം CBI ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോഴത്തെ ഒരു പുതിയ സൂചന വെച്ച് ഇപ്പൊ അർജുനെ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്തു. അത് ഒരു ക്ലൂ ആയി എടുത്തിട്ട് CBIക്ക് ഇനി അന്വേഷണമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? പുതിയൊരു പുനരന്വേഷണം വന്നാൽ അതിൽ നിന്നും എന്തെങ്കിലും ക്ലൂ കിട്ടുമോ? തീർച്ചയായിട്ടും കൊണ്ടുപോകല്ലോ. അത് റീഓപ്പൺ ചെയ്യണമല്ലോ. അവർ ക്ലോസ് ചെയ്തെങ്കിൽ റീഓപ്പൺ ചെയ്തതിന് എന്താ തടസ്സം? ഒരു കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വിവരം കിട്ടിയാൽ വീണ്ടും റീഓപ്പൺ ചെയ്യുക. നമ്മുടെ ദിലീപിന്റെ കേസിനകത്ത് അങ്ങനെയല്ലായിരുന്നു ഉണ്ടായി. കണ്ടില്ലേ? ട്രയൽ തുടങ്ങി കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്ത് അത് ട്രയൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അങ്ങനെയല്ല മറ്റേ സിനിമ സംവിധായകനും ഒക്കെ അതിൻ്റെ അകത്ത് വീണ്ടും ബാലേന്ദ്രകുമാറൊക്കെ വന്നത്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഒരു പ്രാവശ്യമല്ല, 10 പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. പുതിയ വിവരം അനുസരിച്ച് എപ്പം റീഓപ്പൺ ചെയ്ത് പുതിയ എവിഡൻസ് ചേർക്കാം. അതിന് ആര് നിയമ തടസ്സവും ഇന്ത്യയിലില്ല. അത് ഇവിടെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? പക്ഷേ ഇത് അന്വേഷിക്കേണ്ട ചില ഏരിയകളുണ്ട്. എങ്ങനെയാണ് ഇയാളുടെ വാലറ്റും അയാളുടെ മൊബൈൽ ഫോണും ഒക്കെ ഇയാൾ കൈവശപ്പെടുത്തിയത്? എവിടെ വെച്ച് ഏത് സമയത്ത്? ഇയാൾ പിന്നാലെയുള്ള ഈ കാറിനകത്ത് ഗോൾഡ് ഉണ്ടെന്ന് കണക്കാക്കി ആൾക്കാർ ചേസ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇയാൾ പുറകിൽ കാറിലുണ്ടായിരുന്നോ? നോക്കിയോ? ഈ പ്രകാശൻ തമ്പിയും മറ്റൊരാരെങ്കിലും ഈ കാറിലുണ്ടായിരുന്നോ? പിന്നാലെ വന്ന കാറിലുണ്ടായിരുന്നോ? നോക്കിയോ? ഒരു ഗോൾഡ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ്കോർട്ട് ഉണ്ടാവും. അവിടെ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ അവർ വേറെ. അപ്പം 4-5 കാറുണ്ടാവും. ഒരു വാഹനത്തിൽ സ്വർണം കൊണ്ടുപോകുന്നുണ്ട്, പിന്നാലെ 4-5 വാഹനമുണ്ട്. വഴിക്ക് അവർ ഇൻഫർമേഷൻ പറ്റി ഇന്റർസെപ്റ്റ് ചെയ്യുക. അതല്ലേ ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയാൽ എന്തുകൊണ്ട് അത് പോലീസ് നോക്കുന്നില്ല? CBI നോക്കുന്നില്ല? ഇനിയെങ്കിലും നോക്ക്.
എന്നല്ലേ ഞാൻ പറയുന്നത്. ഒരു സംശയത്തിന് മുന്നേ ലക്ഷ്മിയിലേക്ക് തന്നെയാണ് എല്ലാവരും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്കിതിൽ പങ്കില്ല, അതിനെക്കുറിച്ച് അറിയുന്നില്ല, അതിലൊരു ദുസ്സൂചനകളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു വെക്കുമ്പോൾ എല്ലാം അർജുനിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സംഭവമായിരിക്കുമോ? ലക്ഷ്മിക്കും ബാലഭാസ്കറിനും ഒന്നും അതിൽ ഒരു കയ്യും ഇല്ലാത്ത ഒരു ഇതുണ്ടാവില്ലേ? സാധ്യതയുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ സാധാരണ ഒരു സ്ത്രീ പറയേണ്ട വിവരങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എന്നൊരു പരിഗണന എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നഷ്ടപ്പെട്ടിരിക്കുന്ന ഭർത്താവിനെയാണ്, സ്വന്തം കുഞ്ഞിനെയാണ്. ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ഓരോരുത്തർക്ക് വരുന്ന അനുഭവമല്ലേ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അതിൽ നിന്നും ഇതുവരെ അവർ മുക്തയായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അഭിമുഖം അങ്ങനെ കൊടുത്തത്. നമുക്ക് അല്ലെങ്കിൽ പോലീസിന് CBIക്ക് ആ രീതിയിൽ ഒരു അന്വേഷണം നടത്താമായിരുന്നല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയില്ല? എന്തുകൊണ്ട് ആ ഡ്രൈവറെ കുറ്റപ്പെടുത്തുന്നില്ല? അയാൾ ഓവർ സ്പീഡ് കാരണമല്ലേ ഇവർ രണ്ടുപേരും മരിച്ചത്? സാമാന്യ ബോധമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ അവരെ മറ്റൊരുത്തൻ്റെ ചുമ്മാ ആരോപണം പറയുന്ന സ്വഭാവമാണ് മലയാളികൾക്കുള്ളത്. പക്ഷേ ഈ ഓവർ സ്പീഡ് കൊണ്ട് മാത്രമാണ് അയാളെ കുറ്റപ്പെടുത്തി പറയാത്തത്. ആ ഡ്രൈവറെ ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറയണ്ടേ? അവൻ്റെ ഓവർ സ്പീഡ് കൊണ്ടല്ലേ ഭർത്താവ് കൊച്ചും മരിച്ചത്. അവർക്ക് ഒരു റോളും ഇല്ല, ഞാൻ സമ്മതിക്കുന്നു, വേണ്ട. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യം പറയുന്നത്? സാധാരണഗതി ഒരു ആശുപത്രി പോയി ചികിത്സിച്ചാൽ എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ ഡോക്ടർമാരെ സ്ഥിരം കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? എല്ലായിടത്തും അങ്ങനെയാണ്. എന്തെങ്കിലും രീതി ഒരു പാകപ്പഴം മറ്റിടത്ത് ഉണ്ടായത് ചുമ്മാ മനസ്സിൽ തോന്നിയാൽ അപ്പോഴേ പ്രതികരിക്കും മലയാളികൾ. ഇവിടെ അതില്ല. അവൻ്റെ കാരണമല്ലേ ഈ ഹസ്ബൻഡും കൊച്ചും മരിച്ചത്. ആ ഓവർ സ്പീഡ്. അവൻ വണ്ടി എവിടെയെങ്കിലും നിർത്താത്തത്. അവൻ അങ്ങനെ അവൻ ആ റിസ്ക് എടുത്ത് ഓടിക്കുന്നതാണ്. ഏതെങ്കിലും കടയുടെ മുന്നിൽ കൊണ്ടത് ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞാത്തത് പോരെ? ജീവൻ രക്ഷിക്കുന്ന അങ്ങനെയല്ലേ നമ്മൾ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടേ. പിന്നെ മനോരമയിലെ ആൾക്കാർ വളരെ വിദഗ്ധമായിട്ട് അങ്ങനെ ഒരു കോൺട്രവേഴ്സി വരാത്ത രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഉത്തരം കിട്ടും. എടുത്ത് ചോദിക്കണ്ടേ? ആ ചോദ്യം ചോദിക്കത്തില്ല. ഈ ബാലഭാസ്കറിന്റെ മരണത്തിന്, കൊച്ചിന്റെ മരണത്തിന് ഡ്രൈവർ ഉത്തരവാദിയാണോ ചോദിക്കണ്ടേ? അല്ലെന്ന് പറയട്ടെ, അവർ പറയട്ടെ, അല്ലെന്ന് പറയട്ടെ, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകത്തില്ലേ? പക്ഷെ എന്തായാലും സ്വാഭാവികമായിട്ട് അയാൾ തന്നെയാണ് ഉത്തരവാദി. ഇല്ലില്ല, അത് പറയാം. അത് നമ്മൾ പറയുന്നതാണ്. അതിനകത്ത് ഇരുന്നവരാണ് അത് പറയേണ്ടത്. അനുഭവിച്ചവരാണ് പറയുന്നത്. അവർക്ക് രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയി, സ്വന്തം കൊച്ചും പോയി, ഇതും പോയി. അവരാണ് ഇവന്റെ ഭാഗത്ത് ഇവൻ ഒരു കുഴപ്പമില്ലെന്ന് പറയട്ടെന്ന്. അത് പറയട്ടെന്ത്? നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്ററാണ്. പ്രോവ് ചെയ്യേണ്ട കാര്യം പ്രോവ് ചെയ്തേ പറ്റുള്ളൂ. അത് ചോദിക്കാം. അവരെ വ്രണപ്പെടുത്തുന്നു, അത് വ്രണപ്പെടുത്തും ചില ചോദ്യങ്ങൾ. അതിനോട് ചോദിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒരു വളരെ സോഫ്റ്റായ മനസ്സുള്ളവരൊക്കെ അയ്യോ ആർക്കും വേദന ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചോദിക്കുന്നില്ല, ഫാക്റ്റാണ് ചോദിക്കുന്നത്. അവരെന്തുകൊണ്ട് അവർക്കുണ്ടായ നഷ്ടത്തിന് ഇവൻ കുറ്റക്കാരനല്ല എന്ന് പറയട്ടെന്ന്. ക്ലിയർ ആവൂലേ കാര്യം? അല്ലെങ്കിൽ ആണെന്ന് പറയട്ടെ, അവന് ഒരു കുഴപ്പം ചെയ്തില്ല എന്ന് അങ്ങനെയെങ്കിലും പറയട്ടെ. എന്താണ് നടന്നെന്ന് പൊതുജനങ്ങൾക്കറിയാം ഇപ്പോൾ അവിടെ, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാം. 200 മീറ്ററോളം ഓഫ് ട്രാക്കിൽ പോയതാണ്. ഇവൻ എന്തുകൊണ്ട് അതും പറയാനല്ലോ. ഇവന് നേരത്തെ 2 ATM കവർച്ച കേസ് പ്രതിയല്ലേ, ഒരു മോഷണ കേസ് പ്രതിയല്ലേ. അതിനപ്പുറമല്ല ഇവൻ കാണിച്ചിരിക്കുന്നത്. 350 പവൻ തട്ടിക്കൊണ്ടുപോയ അവര് 4 പേര് അവിടെ പോലീസും നാട്ടുകാരും പിടിച്ചു. 5 പേര് അതേ കാറിൽ രക്ഷപ്പെട്ടു പോയവരെ വീണ്ടും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് ഇവന്റെ കാറിലാണ്, സ്വർണമായിട്ട്, ബൂട്ടിയായിട്ട്. അവനെയാണ് ഡ്രൈവറായിട്ട് വെച്ചത്. അപ്പൊ അതുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തി പറയണ്ടേ? പറഞ്ഞില്ല. തീർച്ചയായിട്ടും പറയണം. സാമാന്യബോധമുള്ളവർ പറയും. എന്തുകൊണ്ട് പറഞ്ഞില്ല? അവന്റെ കുഴപ്പമില്ല എന്ന് പറയട്ടെന്ന്, ഏതെങ്കിലും ഒന്ന് പറയട്ടെ. അതിലോട്ട് പറയില്ല. അതുകൊണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് അൺറിലയബിൾ, അൺബിലീവബിൾ. ഇക്കാര്യങ്ങൾ കൊണ്ട് മാത്രം എന്തായാലും ഒരു ദുരൂഹതയുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഇക്കാര്യങ്ങൾ നമ്മളിങ്ങനെ സംശയിക്കുന്നിടത്തോളം കാലം ഈ ലക്ഷ്മി എന്നൊരു സ്ത്രീയെ കേന്ദ്രീകരിച്ച് ലക്ഷ്മിയെ ഇങ്ങനെ സംശയം നിഴലിൽ എപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ? വേണ്ട, ലക്ഷ്മി വിട്ടുകളങ്ങ്. പ്രതിയുണ്ടല്ലോ നമുക്കവിടെ. കാർ ഓടിച്ചവനിപ്പം വേറൊരു റോബറി കേസിനകത്ത് പ്രതിയല്ലേ. ലക്ഷ്മി വിട്ടേരെ. അവരുടെ സ്വന്തം കൊച്ചും ഹസ്ബൻഡും നഷ്ടപ്പെട്ടാണ്. പോലീസ് വിട്ടോ, അതിന് തടസ്സമില്ലാന്നേ. പക്ഷെ കുറ്റമല്ലേ? അതിലോട്ട് പോലീസ് വരാത്തത്, അതിലേക്ക് CBI വരാത്തത്, അതിലേക്ക് ക്രൈംബ്രാഞ്ച് വരാത്തത്, ലോക്കൽ പോലീസ് വരാത്തത്. അയാൾക്ക് ഞാൻ അറിഞ്ഞത് ബാലഭാസ്കർക്ക് 28 ഇഞ്ചുറിയിൽ 8 ഇഞ്ചുറി ആക്സിഡന്റ് ഉണ്ടായതല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്താ പറയും? ഒരു കൊലപാതകം തന്നെയാണെന്ന് പറയാം. അപ്പോൾ അതൊരു ഡക്കോയിറ്റിയിലുള്ള കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല,
ഒരു ബൂട്ടി, ഒരു മോഷണം, അല്ലെങ്കിൽ ഒരു അതിനകത്ത് വെച്ച് മുതലെടുക്കാൻ നേരത്തെ അവരെ ചേസ് ചെയ്തപ്പോൾ മരണം അന്നേരം സംഭവിച്ചതാണ്. അപ്പോൾ ഡക്കോയിറ്റിയാണ് അത്. പോലീസ് CBI ഡക്കോയിറ്റിക്ക് കേസ് ചാർജ് ചെയ്യട്ടെ. എന്തായാലും ഒരു പുനരന്വേഷണം ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ നന്ദി സാർ.